ഹലോ, നമ്മളിന്ന് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് നോക്കാം. അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് തരമുണ്ട്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും: എ നോട്ട് ഓഫ് എക്സ് ഡി റേസ് ടു എൻ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു എൻ പ്ലസ് ഡെറിവേറ്റീവ് ഓരോ ഈ സീരീസ് ഫോളോ ചെയ്യുന്ന അവസാനം എൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വേർ A0 A1 A1 ഇതൊക്കെ ഈ കോഎഫിഷ്യൻസ് ഒക്കെ ഫങ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് ഒക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ വേണം. ഓക്കെ, ഇഫ് n ഈസ് ഈക്വൽ ടു 2, if n is equal to 2, differential equation, linear differential equation ഈ ഫോമിലായിരിക്കും: d square y by dx square plus p into dy of dx plus q of x y is equal to f of x. Okay, the equation is linear in y and its derivative. അതായത് വൈയിലും അതിൻ്റെ ഡെറിവേറ്റീവിലും ഇക്വേഷൻ ലീനിയറാണ്. അതിപ്പോൾ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു ഫ്രീലി ഫാളിങ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫാളിലാണെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇപ്പോൾ വൈ ആണ് ഗ്രൗണ്ടിൽ നിന്നും ആ ഫ്രീലി ഫാളിങ് ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എങ്കിൽ എം ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് എഴുതാമല്ലോ. ഇവിടെ ഇത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തൊരു പ്രോസസ്സിനെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഈ ചിലപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഒരു പ്രോസസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാർമോണിക് ഓസിലേറ്റർ, ഡ്രിവൺ ഓസിലേറ്റർ, ഇങ്ങനെയുള്ള ഓരോ പ്രോസസ്സിനെയാണല്ലോ ഓരോ ഇക്വേഷൻ കാണിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിലുള്ള സോഴ്സ് എന്താണ്, ആ പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സോഴ്സ് എന്താണ്? ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ചാർജിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫോഴ്സിൻ്റെ സോഴ്സ് എന്താണെന്നാണ് എഫ് ഓഫ് എക്സ് ഫിസിക്കൽ പ്രോബ്ലംസിൽ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ഫാളിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ആ ഫ്രീ ഫാളിൻ്റെ കൂടെ തന്നെ ഒരു എയർ റെസിസ്റ്റൻസും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. എയർ റെസിസ്റ്റൻസ് ആ ഒബ്ജക്റ്റിന് ഫാൾ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണെന്ന് വിചാരിച്ചു. എങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ മാറ്റാൻ പറ്റും? എം ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എം ജി മൈനസ് കെ ഡി വൈ ബൈ ഡി ടി. ഇതാണ് ആ എയർ റെസിസ്റ്റൻസിൻ്റെ ടൈം. അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഫിസിക്കൽ പ്രോസസ്സിനെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇനി നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ ഈ ഫോമിലൊക്കെയാണ്. ഇപ്പോൾ ലീനിയർ ഫോമിലല്ല. ഓക്കെ, ഇവിടെ ഒരു വൈയും അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു വൈയുടെ റൂട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇനി ഈ ഇക്വേഷൻ നോക്കുക: ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ അതിനൊരു ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ലീനിയർ ഹോമോജീനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ വരും? ഈക്വൽ ടു 0. ഇവിടെ പി എഫ് എക്സും ക്യൂ എഫ് എക്സും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ പി എഫ് എക്സും ക്യൂ എഫ് എക്സും വൈ ടൈംസിൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ ഇവ രണ്ടും, അല്ലെങ്കിൽ ഒരു സീരീസിൽ വരുന്ന ഈ കോഎഫിഷ്യൻസ് എല്ലാം
കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് നമ്മൾ പണ്ട് പഠിച്ച വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് അങ്ങനെ പല മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡൊക്കെ ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യുക. പക്ഷേ ഇൻ കേസ് ഇവ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇവരും വേരിയബിൾ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ആ ടൈപ്പാണ്. ഇനി ഈ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ബെസൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇവരെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ കാണുന്ന ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തപ്പോൾ അവരുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പവർ സീരീസ് ആയിട്ടാണ് കണ്ടത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയെന്ന് പറയാം. ഓക്കെ, എ പവർ സീരീസ് ഇൻ പവർ ഓഫ് എക്സ് മൈനസ് എ ഇസ് എൻ ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദ ഫോം. ഒരു പവർ സീരീസ് സൊല്യൂഷനാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പവർ സീരീസ് സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പവർ എം സമ്മേഷൻ എം ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. അതായത് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിരിക്കും. ഒരു ഇൻഫിനിറ്റ് സീരീസ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു എം ഉള്ള ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിരിക്കും പവർ സീരീസ് സൊല്യൂഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എമ്മിന് 0 to ഇൻഫിനിറ്റി കൊടുക്കുക. സമ്മേഷനാണ് സമ്മേഷൻ. അപ്പോൾ C0 പ്ലസ് C1 ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് C2 അങ്ങനെ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് അങ്ങ് പോകും എൻ്റെ സൊല്യൂഷൻ. ഓക്കെ, എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ, എക്സ് നോട്ട് എന്ന് പറയുന്നത് സെൻറ്റർ. ഓക്കെ, അറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് ആ ഇക്വേഷനിലുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ ആയിരിക്കും. നമ്മൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിങ്ങൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന ആ ഇക്വേഷൻ എങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്താം, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലെങ്കിൽ മൊമെൻറ്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ, അതിലേക്ക് എങ്ങനെ എത്താം എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇനി അതിനെങ്ങനെ സോൾവ് ചെയ്യാം, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്, അല്ല അതിനുള്ള മെത്തേഡ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കണ്ടുകാണും ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്വാണ്ടൈസ്ഡ് ആയി, അതെങ്ങനെ ക്വാണ്ടൈസ്ഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ പിക്ചർ നമുക്ക് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു ലെജൻഡർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഏഗൻ ഫംഗ്ഷനാണ്. ഒരു ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന ഏഗൻ ഫംഗ്ഷനാണ് ഒരു ലെജൻഡർ പോളിനോമിയൽ. ലെജൻഡർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നതാണ് ലെജൻഡർ പോളിനോമിയൽ. ഓക്കെ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ കാണുന്ന ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഓക്കെ നമ്മൾ പഠിക്കുമ്പോൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ക്വാണ്ടം മെക്കാനിക്സും ഒരുമിച്ച് നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് കൂടുതൽ എളുപ്പമായിരിക്കും പഠിക്കാനും അത് വിഷ്വലൈസ് ചെയ്യാനും. ഓക്കെ, ഇനിയും നമ്മൾ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വാണ്ടം മെക്കാനിക്സ് മാത്രമല്ല വേറെ പല സ്ഥലത്തും കാണുന്നുണ്ട്. അതാണ് വേറൊരെണ്ണമാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഒരു ഒറിജിൻ, ഇപ്പോൾ നമ്മൾ മറ്റേ പവർ സിറ്റി സൊല്യൂഷൻ കണ്ടപ്പോൾ ഒരു എക്സ് മൈനസ് എക്സ് നോട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സെൻറ്റർ അല്ലെ ഒറിജിൻ. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് നമ്മുടെ ചാർജ്
കുറച്ച് സ്ഥലം മാറിയാണ് ഇരിക്കുന്നത്. ഒറിജിനിൽ നിന്ന് കുറച്ച് മാറിയാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമ്മൾ ആ ഡിഫറൻഷ്യൽ എങ്കിലുണ്ടാകുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നു ഒരു ലെജൻഡർ പോളിനോമിയലായിരിക്കും. അപ്പോൾ ഇതിന് പല ടൈപ്പ് ആപ്ലിക്കേഷനുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അർഫ്കൻ ബുക്കിൻ്റെ ഒരു PDF ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക. അതിൻ്റെ അകത്ത് ഇതിൻ്റെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കുറേ മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ ന്യൂട്ടോണിയൻ പൊട്ടൻഷ്യലൊക്കെ ഡിഫൈൻ ചെയ്യാൻ, അതിൻ്റെ വരുന്ന മാറ്റത്തിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആ കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ബട്ട് ഇപ്പോൾ 1900s ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തു. അത് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആപ്ലിക്കബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സിലും കണ്ടിട്ട് സ്ക്രോഡിഞ്ചർ അത് തന്നെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. ഇതാണ് നമ്മുടെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 1 - x² into d² y dx² minus 2x dy dx plus n into n plus 1 into y is equal to 0, അല്ലെങ്കിൽ dy dx of 1 - x² dy dx plus n into n minus 1 y equal to 0. ഇതിങ്ങനെ മാറ്റി എഴുതാൻ വേണമെങ്കിൽ. ഇനി മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഇപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കോയിഫിഷ്യൻസും വേരിയബിൾ കോയിഫിഷ്യൻസ് ആണെങ്കിൽ നമുക്ക് പവർ സീരീസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളതാണ് ചെയ്യുന്നത്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് എക്സ്. ഒന്നെങ്കിൽ എക്സ്, x², x³ അങ്ങനത്തെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ x -1 x−2 അങ്ങനെ ഡിസെൻഡിങ് ഓർഡേഴ്സിൻ്റെ ടേംസിൽ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡേഴ്സിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡേഴ്സിൻ്റെ ടേംസിൽ എഴുതാം. ഡിസെൻഡിങ് ഓർഡേഴ്സിൻ്റെ ടേംസിൽ എഴുതുന്നതായിരിക്കും ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിൽ ഏറ്റവും യൂസ്ഫുൾ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിസെൻഡിങ് പവേഴ്സ് ഓഫ് എക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ, ഇവിടെ n × n + 1 എന്ന് പറയും. ഈ n എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കോൺസ്റ്റൻ്റാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു പ്രോബ്ലമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസോ അല്ലെങ്കിൽ അതിന് കുറേ കണ്ടീഷൻസ് ആണല്ലോ, അതിൻ്റെ കുറേ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണല്ലോ. ആ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കോൺസ്റ്റൻ്റാണ് n. Solution of Legendre differential equation in descending powers of x, y is equal to x raised to k into a0 plus a1 of x raised to -1 plus a2 of x raised to -1 and power k. അല്ലെങ്കിൽ summation of summation r is equal to 0 to infinity ar x raised to k minus r. ഇതായിരിക്കും Legendre differential equationൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഒരു ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മളിതിനെ നമുക്ക് ആവശ്യമുള്ള ടേംസിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ d² y dx² ഉണ്ട്, dy dx ഉണ്ട്, y ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ y മാത്രമാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പം dy dx കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും k - r x raised to k - r - 1. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോഴത്തേനും ar into k - r into k - r - 1 into x raised to k - r - 2. ഇതിനെ വെറുതെ ഡെറിവേറ്റീവ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 - x² into ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയ ടൈം -2x into ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയ ടൈം പ്ലസ് n × n + 1 into y. ഓക്കെ, ഈക്വൽ ടു 0. ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുകയാണ്.
ഈ 1 മൈനസ് എക്സ് സ്ക്വയറിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 ഇൻറ്റു ഈ ടേം ചെയ്ത് കഴിയുമ്പോൾ ആ ടേം തന്നെ. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇതിൻ്റെ സമ്മേഷൻ ആർ എസ് ടു ഇൻഫിനിറ്റി എ ആർ കെ ആർ മൈനസ് 1 കെ ആർ മൈനസ് കെ മൈനസ് ആർ ഇൻറ്റു കെ ആർ മൈനസ് 1 എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് 2. അത് തന്നെ. ഇനി മൈനസ് എക്സ് സ്ക്വയറുമായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് 2 ഉണ്ട്. ആ മൈനസ് 2 ഒന്ന് പൊക്കോളുമ്പോൾ എക്സ് റേസ് ടു കെ മൈനസ് ആർ ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ അതൊരു ടൈം. ഇനി ഇവിടെ നമുക്ക് 2x ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് 1. അവിടെ ആ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിലും ആ മൈനസ് 1 അങ്ങ് കൊടുക്കും. എക്സ് റേസ് ടു കെ മൈനസ് ആറാണ്. അപ്പോൾ എക്സ് റേസ് ടു കെ മൈനസ് ആർ പവർ വരുന്ന ടേംസിനെ എല്ലാം കൂടെ നമ്മൾ ഇവിടെയും എക്സ് റേസ് ടു കെ മൈനസ് ആറാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത ടൈം 2x മൾട്ടിപ്ലൈ ചെയ്ത ടൈം ഈ ടൈം എല്ലാത്തിനും പവർ എക്സ് റേസ് ടു കെ മൈനസ് ആറാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ ക്ലബ് ചെയ്ത് എഴുതുവാണ് ഇവിടെ. അതാണ് എഴുതിയേക്കുന്നത്. കെ മൈനസ് ആറിൻ്റെ കെ മൈനസ് ആർ മൈനസ് 1 പ്ലസ് 2 കെ മൈനസ് ആർ മൈനസ് n പ്ലസ് 1. അപ്പോൾ ഈ ടേംസിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് എക്സ് റേസ് ടു കെ മൈനസ് ആറിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. എല്ലാത്തിൻ്റെയും കൂടെ എ ആർ ഉണ്ട് ഈക്വൽ ടു 0. അതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുന്നതാണ് ഇത്. ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിൻ്റെ അകത്ത് മൈനസ് അകത്തോട്ട് കയറ്റി. ഓക്കെ, എന്നിട്ട് കെ മൈനസ് ആർ കോമൺ എടുത്തു. ഓക്കെ, അപ്പോൾ കെ മൈനസ് ആർ കോമൺ എടുത്തു. കെ മൈനസ് ആർ കോമൺ എടുത്ത് കഴിയുമ്പോൾ കെ മൈനസ് ആർ ഇൻറ്റു ഈ 2 ടൈമാണുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് കെ മൈനസ് 3 ടൈമാണുള്ളത്. സോറി ഈ 2 ടൈമിൽ നിന്നും കെ മൈനസ് ആർ കോമൺ എടുക്കുക. അപ്പോൾ കെ മൈനസ് ആർ ഇൻറ്റു കെ മൈനസ് ആർ പ്ലസ് 1. അപ്പോൾ മൈനസ് 1 പ്ലസ് 2 വരും. അപ്പോൾ പ്ലസ് 1 ആയിക്കോളും ഇൻറ്റു എക്സ് റേസ് ടു കെ മൈനസ് ആർ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 ആകണമെങ്കിൽ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 ആകണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എല്ലാ എക്സിൻ്റെയും കോഎഫിഷ്യൻ്റ് 0 ആണ്. കാരണം ഇതൊരു സമ്മേഷനാണ്. ഓക്കെ, അപ്പോൾ എല്ലാ സമ്മേഷനാണ്. അപ്പോൾ എല്ലാ ടേമിലെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയെങ്കിൽ മാത്രമേ, കാരണം ഇത് സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ് 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 ആണ്, അതുകൊണ്ട് എല്ലാ ടേമിലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയെങ്കിൽ മാത്രമേ ഇത് ഈ സൊല്യൂഷൻ ഈക്വൽ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അത് അപ്പോൾ ആ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ എ അല്ലെങ്കിൽ എ ആർ A0 A1 A2, അപ്പോൾ ആ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് ഈ ഓരോ കോഎഫിഷ്യൻറ്റും 0 ആയെങ്കിലേ ഈ ടേം ഈക്വൽ ടു 0 ആവുള്ളൂ എന്ന കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ ഇക്വേഷൻ. ഇനി പുട്ട് എക്സ് റേസ് ടു കെ ആണ് നമ്മുടെ ഹയസ്റ്റ് പവർ. ഓക്കെ, കാരണം ഇതൊരു ഡിസെൻഡിങ് ഓർഡറിൽ പോകുന്ന എക്സ് റേസ് ടു -1 എക്സ് റേസ് ടു -2 അങ്ങനത്തെ ഓർഡറിൽ പോകുന്ന ഒരു സീരീസ് ആണെന്നാണ് പറഞ്ഞത്, പവർ സീരീസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹയസ്റ്റ് പവർ എക്സ് റേസ് ടു കെ ആണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0ക്ക് ഈക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇനി എക്സ് റേസ് ടു കെയുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ഇവിടെ നോക്കി ആർ ഈക്വൽ ടു 0 കൊടുത്താൽ ഇത് എക്സ് റേസ് ടു കെ -2 ആണ്. അപ്പോൾ ഇത് ഏതായാലും എക്സ് റേസ് ടു കെയുടെ കോഎഫിഷ്യൻ്റ് അല്ല, എക്സ് റേസ് ടു കെ -2ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ നോക്കി എക്സ് റേസ് ടു കെ മൈനസ് ആർ, ഇവിടെ ആറിന് 0 കൊടുത്താൽ എക്സ് റേസ് ടു കെ. അപ്പോൾ ഇത് എക്സ് റേസ് ടു കെയുടെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതിനെ ഇക്വേറ്റ് 0യോട് ഇക്വേറ്റ് ചെയ്യുന്നു.
n into n plus 1 minus k into k plus 1 into a0 is equal to 0. അപ്പോൾ വേണമെങ്കിൽ ഈ ടേം 0 ആകാം, അല്ലെങ്കിൽ ഈ a0 0 ആയാലും ഈക്വൽ ടു 0 കിട്ടും, അല്ലെങ്കിൽ ഈ ടേം ഈക്വൽ ടു 0 കിട്ടും. പക്ഷേ a0 0 ആകത്തില്ല, കാരണം ഇത് പവർ സീരീസിൻ്റെ ഫസ്റ്റ് ടേം അല്ലേ, ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണെങ്കിലും 0 ആകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം ആയിരിക്കും ഈക്വൽ ടു 0. അപ്പോൾ നമ്മളത് ഈക്വൽ ടു 0 എന്ന് എഴുതി അതിനെ ഒന്ന് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് n സ്ക്വയർ പ്ലസ് n മൈനസ് കെ സ്ക്വയർ മൈനസ് കെ ഈസ് ഈക്വൽ ടു 0. ഇനി n സ്ക്വയറും കെ സ്ക്വയറും ക്ലബ് ചെയ്തു പ്ലസ് n മൈനസ് കെ ഈക്വൽ ടു 0. ഇനി ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് n മൈനസ് കെ കോമൺ എടുക്കുക. n മൈനസ് കെ കോമൺ എടുത്ത് കഴിയുമ്പോഴത്തേനും n പ്ലസ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഒന്നെങ്കിൽ കെ ഈക്വൽ ടു n ആയാലും ഈ ഇക്വേഷൻ 0 ആവും, അല്ലെങ്കിൽ കെ ഈക്വൽ ടു മൈനസ് n പ്ലസ് 1 ആയാലും. ഓക്കെ, ഇത് 0 ആയാലും 0 ആവും, ഇത് 0 ആയാലും 0 ആവും. അപ്പം ഇതും 0 ആണെങ്കിൽ ഉള്ള കണ്ടീഷൻസ് എന്താണ്? കെ ഈക്വൽ ടു n, കെ ഈക്വൽ ടു മൈനസ് ഓഫ് n പ്ലസ് 1. ഓക്കെ, അത് നമുക്ക് ആദ്യം കിട്ടിയ റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ റിലേഷനാണ് അത്. ഓക്കെ, അതായത് എക്സ് റൈസ് ടു കെയുടെ കോഎഫിഷ്യൻറ്റ് 0 ആവുമെന്ന് നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ട് റിലേഷൻസാണ് ഇത്. ഓക്കെ, ഇനി എക്സ് റൈസ് ടു കെ മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 ആണ് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു 1 ആയിരിക്കണം. അവിടെ നമുക്ക് ആർ ഈക്വൽ ടു 1 ചെയ്താൽ ഇത് എക്സ് റൈസ് ടു കെ മൈനസ് 1 എക്സ് റൈസ് ടു കെ മൈനസ് 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും നമുക്ക് എന്തിൻ്റെ പവറാണ്, എന്തിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്? എക്സ് റൈസ് ടു കെ മൈനസ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇതതിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ല. എക്സ് റൈസ് ടു കെ മൈനസ് 1 ആറിന് 1 കൊടുത്ത് കഴിയുമ്പോൾ എക്സ് റൈസ് ടു കെ മൈനസ് 1, അപ്പോൾ ഇതായിരിക്കും എക്സ് റൈസ് ടു കെ മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ്. വീണ്ടും നമ്മൾ ചെയ്ത പ്രോസസ്സ് ചെയ്യുക. ഇൻറ്റു a1 ഈസ് ഈക്വൽ ടു 0. ഇവിടെയും മുമ്പ് പറഞ്ഞ രണ്ട് പ്രോബിലിറ്റി ഉണ്ട്. ഇത് വേണം 0 ആകാം, അല്ലെങ്കിൽ ഇത് 0 ആവും, എങ്കിൽ ഈക്വൽ ടു 0 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ a1നെ കുറിച്ച്. നമ്മൾ മുമ്പേ a0 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അതായത് ഫസ്റ്റ് ടൈമിന് നമ്മുടെ ഇത് ഫിസിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് അത് a0 0 ആകുകയെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ സെക്കൻഡ് ടൈം നമുക്ക് a1നെ കുറിച്ച് നമുക്ക് അത്ര ഗ്രാഹ്യമില്ല. ഓക്കെ, a1 വേണം 0 ആവാം, അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ n സ്ക്വയർ പ്ലസ് n മൈനസ് കെ സ്ക്വയർ പ്ലസ് കെ n മൈനസ് കെ n മൈനസ് n സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് n പ്ലസ് കെ കോമൺ എടുക്കുക. n മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു a1 ഈക്വൽ ടു 0. ഇനി നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഫസ്റ്റ് എക്സ് റൈസ് ടു കെയുടെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് റിലേഷൻ ഉണ്ട്. ഇത് രണ്ട് അത് നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. n ഈക്വൽ ടു കെ, ഇപ്പോൾ 2n ഇൻറ്റു 1 എന്ന് വരും അല്ലേ. അതെന്താണേലും ഈ ടേം 0 ആയിട്ട് ഈക്വൽ ടു 0 കിട്ടത്തില്ല. അതായത് 2n ഇൻറ്റു a1 ഈക്വൽ ടു 0 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ടേം 0 അല്ലല്ലോ, അപ്പോൾ a1 ആയിരിക്കാം 0 ഒരു ചാൻസ് ഉണ്ട്. ഇനി കെ ഈക്വൽ ടു മൈനസ് n പ്ലസ് 1 കൊടുത്താലും ഈ ടേം 0 ആയി പോകത്തില്ല. ഓക്കെ, അങ്ങനെ വന്നാൽ എന്ത് 0 ആയാലും ഇത് ഈക്വൽ ടു 0 ആകത്തുള്ളൂ, a1 ഈക്വൽ ടു 0 ആയാലും ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ a0ക്ക് ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ a1 0 ആണ്. ഈ രണ്ടും നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ എന്നും കെയും തമ്മിലുള്ള റിലേഷനും കിട്ടി. പക്ഷെ നമുക്ക് ഇനി എപ്പോഴും ഇങ്ങനെ kn മൈനസ് 2 എക്സ് റൈസ് ടു kn മൈനസ് 3 അതിൻ്റെ എല്ലാം കോഎഫിഷ്യൻ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും നമ്മൾ നേരെ ജനറൽ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ടു ഫൈൻഡ് ദി ജനറൽ റിലേഷൻ ബിറ്റ്വീൻ കോഎഫിഷ്യൻ്റ് ഇൻ ദ സീരീസ് ഇക്വേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, എക്സ് റൈസ് ടു
കെ മൈനസ് ആർ മൈനസ് ടു. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ തന്നെ ഒരു ജനറൽ സൊല്യൂഷന് വേണ്ടി സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇവിടെ നോക്കുക, എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ്, ഇത് അതിൻ്റെ കോഎഫിഷ്യൻ്റാണ്. പ്ലസ് ഇത് എക്സ് റേസ് ടു കെ മൈനസ് ആറിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവർ. ഓക്കെ, അപ്പോൾ കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് ആണെങ്കിലും എ ആറിൻ്റെ അല്ല, എ ആർ പ്ലസ് ടു, ഇവിടെ ആർ പ്ലസ് ടു ആറിൻ്റെ സ്ഥാനത്ത് ആർ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, ആറിൻ്റെ സ്ഥാനത്ത് ആർ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ മൈനസ് ആർ മൈനസ് ടു ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഈ വരുന്ന ടൈം. ഓക്കെ, അപ്പോൾ ആർ മൈനസ് ടു, ആറിന് പകരം ആർ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഓഫ് ആർ പ്ലസ് ടു ആയിരിക്കും ആർ പ്ലസ് ടു. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. കാരണം നമുക്ക് എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്. ഇവിടെ എക്സ് റേസ് ടു കെ മൈനസ് ആറാണ് നടക്കുന്നത്. അതുകൊണ്ട് എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആറിനെ ആർ പ്ലസ് ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് എക്സ് റേസ് ടു കെ മൈനസ് ആർ മൈനസ് ടുവിൻ്റെ കോഎഫിഷ്യൻ്റ് ഇത് എ എഫ് ആർ ഇൻറ്റു കെ മൈനസ് ആർ ഇൻറ്റു കെ മൈനസ് ആർ ആർ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആർ ഈക്വൽ ടു ആർ പ്ലസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഫോമിന് ഇങ്ങനെ വരും, കെ മൈനസ് ആർ മൈനസ് ടു ഇൻറ്റു കെ മൈനസ് ആർ മൈനസ് 1. ഓക്കെ, ഇനി എ ഓഫ് ആർ പ്ലസ് ടു കണ്ടുപിടിക്കാൻ വേണ്ടി എ ഓഫ് ആർ പ്ലസ് ടു കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ഒരു ജനറൽ ഫോമാണ് വേണ്ടത്. അപ്പോൾ ഒരു എ എഫ് ആർ എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റും എ എഫ് ആർ പ്ലസ് ടു എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏത് രണ്ട് കോഎഫിഷ്യൻറ്റ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് എ എഫ് ആർ പ്ലസ് ടു ഈക്വൽ ടു മൈനസ് കെ മൈനസ് ആർ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ ഇൻറ്റു റീഅറേഞ്ച് ചെയ്ത് n into n plus 1 minus k minus r minus 2 into k minus r minus 1 into a of r. ഇനി ഈ മൈനസ് ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. നമ്മൾ ചെയ്യുന്ന ആ ഡിനോമിനേറ്ററിനെ കുറച്ചും കൂടെ നല്ലൊരു ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ മൈനസ് എടുത്തു കഴിയുമ്പോഴത്തേനും അകത്തോട്ട് എടുത്തു കഴിയുമ്പോൾ ഈ ഫോമിലിട്ട് മാറ്റും. n plus 1 അപ്പുറത്തായിരുന്നു, അത് ഇങ്ങോട്ടും മാറി. ഓക്കെ, ഇനി ഇത് നോക്കുക, ഇത് എ മൈനസ് 1 ഇൻറ്റു എ മൈനസ് 2 എന്ന് പറഞ്ഞ ഫോമുല കിട്ടുന്നു. എ എന്ന് പറഞ്ഞാൽ കെ മൈനസ് ആർ ആണെങ്കിൽ എ മൈനസ് 1 ഇൻറ്റു എ മൈനസ് 2 എന്ന് പറഞ്ഞ ഫോമുല കിട്ടുന്നു. അപ്പോൾ അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ മൈനസ് 2 മൈനസ് എ പ്ലസ് 2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കെ മൈനസ് ആർ സ്ക്വയർ മൈനസ് 2 കെ മൈനസ് ആർ മൈനസ് കെ മൈനസ് ആർ പ്ലസ് 2 ഇൻറ്റു മൾട്ടിപ്ലൈ എൻ സ്ക്വയർ മൈനസ് എൻ. ഇനി ഇവിടെ കെ മൈനസ് ആർ കോമൺ ആണ്. ഈ രണ്ട് ടൈമിലും കെ മൈനസ് ആർ കോമൺ ആണ്. കെ മൈനസ് ആറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പം മൈനസ് 2 പ്ലസ് 1 വരും. ഈ പ്ലസ് 2-നെ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് കയറ്റി ഇവിടെ മൈനസ് ആക്കി. ഇനി ഇതെല്ലാം അതുപോലെ തന്നെ കിടക്കുന്നു. ഈ ടൈമിൻ്റെ കൂടെ ഒരു എന്നിനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും കിട്ടുക. ഇവിടെ n പ്ലസ് 2 മൈനസ് n പ്ലസ് 1, ഇത് രണ്ടായിട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ കെ മൈനസ് ആർ ഇൻറ്റു n പ്ലസ് 2 പ്ലസ് കെ മൈനസ് ആർ ഇൻറ്റു n മൈനസ് 1 മൈനസ് അതാ ഈ ടൈം തന്നെ. ഇനി കെ മൈനസ് ആറിനെ കോമൺ ആയിട്ട് എടുത്തു. ഓക്കെ, കെ മൈനസ് ആറിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് കെ മൈനസ് ആറിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ കെ മൈനസ് ആർ ഈ രണ്ട് ടൈം നോക്കുക. ഓക്കെ, കെ മൈനസ് ആർ കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ കെ മൈനസ് ആർ ബ്രാക്കറ്റിൽ കെ മൈനസ് ആർ
മൈനസ് ഇവിടെ മിച്ചമുള്ളത് n+2 ആണ്. ഇവിടെ പ്ലസ് ഇവിടെ n-1 കോമൺ ആയിട്ട് എടുക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് n-1 ഉള്ളത് n-1 കോമൺ ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും k - r - n+2. ഓക്കെ, ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഈ k - r - n+2 ഇവിടുത്തെ k - r - n-2 ഇപ്പോൾ ഇത് രണ്ടും കോമൺ ഫാക്ടറാണ്. അപ്പോൾ അതിനെ ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ k - r - n-2 ഇൻറ്റു k - r പ്ലസ് n-1 ആവും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഡിനോമിനേറ്റർ സോൾവ് ചെയ്താണ്. ഓക്കെ, ഡിനോമിനേറ്റർ ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. ഇതിനെ നമ്മൾ ar+2 പഴയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഫോർമാറ്റ് കിട്ടും. നോക്കിയേ, നമുക്ക് a1 = 0 എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ a0 ≠ 0 എന്ന് കിട്ടിയായിരുന്നു. a1 0 എന്ന് കിട്ടിയായിരുന്നു. a1 0 ആണെങ്കിൽ ഓക്കെ, ഒരു ടേമും അതിൻ്റെ രണ്ട് ടേം അപ്പുറത്തെ ടേം തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണല്ലോ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ a1 0 ആണെങ്കിൽ a3 0 ആണ്ട്. a3 0 ആണെങ്കിൽ a5 0 ആണ്ട്. അത് അങ്ങനെയാണെങ്കിൽ a1 a3 a7 എല്ലാം =0 ആയിരിക്കും. അപ്പോൾ ഓൾ കോഎഫിഷ്യൻസ് ഹാവിങ് ഓഡ് സർഫേസ് =0. ഇനി നമ്മുടെ ഈ റിലേഷനിൽ നമ്മുടെ കേസ് 1 k = n, നമ്മൾ ആദ്യമേ x⁻k കോഎഫിഷ്യൻ്റ് =0 എന്ന് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടിയായിരുന്നു. k = n ഉം k = -n+1. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റിലേഷനായ k = n നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ar+2 = n - r × n-r-1. ഇതിനകത്ത് k = n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിലേഷൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ -n - r n-r-1 2n - r-1 × r+2 റീഅറേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ആറിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 0 to 4 ഒക്കെ ഉള്ളൂ. കാരണം ഓൾഡ് കോഎഫിഷ്യൻസ് ഒക്കെ 0 ആയിപ്പോയി. a1 a3 a5 ഒക്കെ 0 ആയിപ്പോയി. അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നത് 0 to 4 ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആറിന് ആദ്യമേ 0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആറിന് ആദ്യമേ 0 എന്ന് കൊടുക്കുന്നു. 0 എന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ആറിന് 0 എന്ന് കൊടുക്കുന്നു. കിട്ടുന്ന റിലേഷനാണ് n × n-1 ഡിവൈഡഡ് ബൈ 2n-1. ആറിന് 2 എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ആറിന് 0 കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ × 2 × a0. ഓക്കെ, a0. ഇനി a4 കണ്ടുപിടിക്കുക. a4 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിലേഷനാണ് ഇത്. × a2 എന്ന് വരും. അപ്പോൾ a2 നമുക്ക് നേരത്തെ അറിയാം, ഇതാണ്. a2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n × n-1 n × n-1 × n-2 × n-3 a0 ഡിവൈഡ് ബൈ 2n-1 × 2n-3 × 2 × 4. അപ്പോൾ ഈ ഇക്വേഷനും നോക്കിയാൽ നമുക്കൊരു ജനറൽ പാറ്റേൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാണാം. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, നമ്മൾ എവിടെ തുടങ്ങി ഓർക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ആദ്യം തുടങ്ങിയത് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിനൊരു പവർ സീരീസ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പവർ സീരീസ് സൊല്യൂഷൻ y = എന്താണ്, ഇതാണ് നമ്മുടെ പവർ സീരീസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. y = summation r ∞ of r x⁻k - r. എന്നിട്ട് ഇത് നമ്മൾ എൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് നോക്കി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ =0 കിട്ടണമെങ്കിൽ എക്സിൻ്റെ ഓരോ എക്സിൻ്റെയും കോഎഫിഷ്യൻ്റ് =0 ആണ്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചാണ് നമ്മൾ അതിന് x⁻k കോഎഫിഷ്യൻ്റ് =0 എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ച് a0 x⁻k കോഎഫിഷ്യൻ്റ് =0 എന്നുള്ള റിലേഷൻ വെച്ചാണ് നമ്മൾ എക്സും എങ്ങനെ 0 ആകാം, a0 എന്നാണ് 0 അല്ല, അതുകൊണ്ട് മറ്റേ k = n അല്ലെങ്കിൽ -n+1 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ =0 ആണ് ഇക്വേഷൻ =0 ആകത്തുള്ളൂ.
അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ A1 0 എന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ സൊല്യൂഷനിലേക്ക് പോയി. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു A(r+2)ഉം A(r) തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ആ റിലേഷനിൽ കണ്ടു നമ്മൾ ഈവൻ ടേംസ് മാത്രമേ A0, A2, A4 എന്ന ടേംസ് മാത്രമേ ഉള്ളൂ. A1, A2, A3 അല്ല A1, A3, A5 ഒക്കെ 0 ആണെന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു ഓക്കെ. അപ്പോൾ ആ റിലേഷൻ വരെയാണ് നമ്മൾ എത്തിയത്. ഇനി നമുക്ക് കിട്ടി A0, A1, A2 ഒക്കെ നമുക്ക് കിട്ടിയില്ല. അത് നമ്മൾ നമ്മുടെ ജനറൽ നമ്മുടെ ആദ്യത്തെ y =0 സമ്മേഷൻ ഓഫ് r=0 ടു ഇൻഫിനിറ്റി AR K-R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. A0. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു A0 വരുന്ന ഫോമിലേക്ക് മാറ്റിയായിരുന്നു. കാരണം ARഉം AR+2ഉം തമ്മിൽ റിലേഷനുണ്ട്. അപ്പോൾ A0, A2 തമ്മിൽ റിലേഷനുണ്ട്. അപ്പോൾ A2ഉം A4 തമ്മിൽ റിലേഷനുണ്ട്. A2ഉം A4 തമ്മിൽ റിലേഷനുണ്ടെങ്കിൽ A4, A0 തമ്മിൽ റിലേഷനുണ്ട്. ഓക്കെ. അപ്പോൾ ആ കണ്ടീഷൻ ഉപയോഗിച്ച് എല്ലാ നമുക്ക് കിട്ടിയ കോഎഫിഷ്യൻ്റ് എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ A0 എന്ന് പറയുന്നത് നമ്മൾ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഏത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസോ അല്ലെ അതിനെ അപ്ലൈ ചെയ്യുന്ന പല ലിമിറ്റേഷൻസോ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കും A0. അപ്പോൾ അത് നമ്മൾ ഒരു ആർബിട്രറി ആയിട്ടുള്ളൊരു വാല്യൂ എടുത്തു സോൾവ് ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ഇവിടെ K=N എന്ന് പറഞ്ഞ കേസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ Pn(x) = A0 ഇൻറ്റു ഈ ടൈം ഈ ബ്രാക്കറ്റിലോട്ട് ഇതിനെയാണ് ലെജൻഡർ പോളിനോമിയൽ ഓഫ് ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കുന്നത് K=N എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ലെജൻഡർ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു കാര്യം കൂടെ പറയാം. ഇതൊരു ടെർമിനേറ്റിംഗ് സീരീസാണ്. അതായത് ഈ സീരീസ് ടെർമിനേറ്റ് ചെയ്യും. എവിടെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ n=2 ആണെന്ന് വെച്ചാൽ ഇവിടെ 2 - 2 വരുമല്ലോ. 2 - 2 വരും. അപ്പോൾ ഈ ടേം 0 ആയി പോകും. അപ്പോൾ ഈ രണ്ട് ടേമേ ആ സീരീസ് കാണത്തുള്ളൂ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ആണെങ്കിൽ 10 - 10 വരുന്നവരെ അത്ര ടൈംസ് കാണും, ബാക്കി ഒന്നും കാണത്തില്ല. ഓക്കെ. അപ്പോൾ ഈ സീരീസ് എവിടെയെല്ലാം ടെർമിനേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. പക്ഷേ ഓക്കെ. ഇനി അടുത്ത കേസ് 2 എന്ന് പറയുന്നത് K=-n+1. നമ്മൾ മുമ്പ് കണ്ട ആ സെക്കൻഡ് കണ്ടീഷൻ 0 ആണല്ലോ സെക്കൻഡ് കണ്ടീഷൻ ഷൂട്ട് ചെയ്യുക. അത് അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഫൈനൽ സൊല്യൂഷനാണ് ഇത് Qn(x) ഇതൊരു ഇതിൻ്റെ ലെജൻഡർ പോളിനോമിയൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. ഓക്കെ. ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് സീരീസാണ്. കാരണം എന്താ n+1 n+2 പ്ലസ് ടേംസ് ആണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതൊരു നോൺ ടെർമിനേറ്റ് ഇൻഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സീരീസാണ്. ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച Pn(x)ഉം ആൻഡ് Qn(x) ആർ ടു ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഓഫ് ലെജൻഡർ ഇക്വേഷൻ. ലെജൻഡർ ഇക്വേഷൻ്റെ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. Pn(x)ഉം Qn(x)ഉം തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. കാരണം K=N K2 - n+1 എന്ന് പറഞ്ഞ രണ്ട് സെപ്പറേറ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കിട്ടിയ രണ്ട് പോളിനോമിയൽസാണ് Pn(x)ഉം Qn(x)ഉം. പക്ഷേ നമുക്ക് ഒരു കൂടുതൽ ജനറൽ സൊല്യൂഷൻ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനും എടുക്കാം. ഇപ്പോൾ Pn(x) പ്ലസ് Pqn(x)ഉം y=Pn(x) പ്ലസ് Bqn(x) ഒരു ജനറൽ സൊല്യൂഷൻ. ഇപ്പോൾ എയും ബിയും കോൺസ്റ്റൻസ് ആണ്.